ഈ പാളാന്തോടൻ കൃഷിക്കകത്ത് ഒരു വലിയ ടെക്നോളജി ഉണ്ട്. കൃത്യമായിട്ട് പാളാന്തോടൻ കൃഷി ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇത് കുടിവാഴ വെക്കുക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഈ കുടിവാഴ വെക്കുമ്പോൾ ആദ്യത്തെ കൊല കിട്ടാനാണ് ഒരു 7-8 മാസം താമസിക്കും. അതിനുശേഷം കൃത്യമായി വളം മൂടെണ്ണിയാണ് വളം ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇതിനകത്ത് കാണാം, ഇതിനകത്ത് ഒരു മൂട് നിർത്തി ബാക്കി എല്ലാവരും മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. മുറിച്ച് കളയാതെ തന്നെ 10-20 മൂടുണ്ടെങ്കിൽ പോലും എത്ര എണ്ണം ഉണ്ട് അതനുസരിച്ച് ഓരോ വാഴയ്ക്കും ചെയ്യുന്ന വളം ആ ഒറ്റ മൂട്ടി ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു 20 വർഷത്തേക്ക് ആ പാളന്തോടൻ വാഴ കുടിവാഴയായിട്ട് വെക്കുകയാണെങ്കിൽ 20 വർഷം വരെ നിങ്ങൾക്ക് ആദായം കിട്ടും. ഒരുപക്ഷെ നമ്മുടെ സർക്കാരിന് പോലും അത്രയും പെൻഷൻ തരാൻ പറ്റാത്ത രീതിയിൽ ഈ പാളന്തോടൻ നിങ്ങൾക്ക് അങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ കഴിയും. ആളുകൾക്ക് അതിനെ പറ്റിയിട്ടൊരു ഗ്രാഹ്യക്കുറവുണ്ട്. ഇത് പക്ഷേ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തോട്ടമാണ്, കണ്ടോ. പിന്നെ ഇതിനകത്ത് അവർ ഒന്നിൽ കൂടുതലുള്ളതെല്ലാം മുറിച്ച് കളയാണ്. നല്ല കായ്മുഴുപ്പുള്ള കൊലകളാണ്, പാളന്തോടൻ കൊലകളാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ പാളന്തോടൻ നിങ്ങളുടെ വീട്ടിൽ നടുകയാണെങ്കിൽ കുടിവാഴയായിട്ട് നടുക. ഒരു മൂട് നടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 2.5 അടിയെങ്കിലും താഴ്ചയിൽ വേണം ആദ്യത്തെ മൂട് വയ്ക്കുന്നത്. മൂട് വെച്ച് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം വളമിടുന്നതിന് ശേഷം വേണ്ടി വന്നാൽ ആവശ്യമുണ്ടെങ്കിൽ ശകലിച്ച മണ്ണടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20 വർഷം വരെ ആ ഒരു കുടി 20 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂട്ടിൽ നിന്ന് ഒരു മാസത്തിൽ ഒരു 40 കൊല വരെ വെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് വളരും. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാം. പോകാം.